ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഗാർലിക് രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് പനി, ചുമ, കോൾഡ് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് കുടിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രസം ഉണ്ടാക്കാൻ തുടങ്ങാം. രസത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. പുളി ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. പുളിയെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷെ നമ്മൾ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്ന കാരണം പുളി അധികം എടുക്കേണ്ട ആവശ്യമില്ല. രസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൊലിയോടുകൂടി തന്നെയാണ്. തൊലിയോടെ തന്നെ ഒന്ന് കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ ഒരു 8 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ നമുക്ക് ഇതുപോലെ ഒടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. രസത്തിനുള്ള മസാല ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി കൈകൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിശിടെല്ലാം മാറ്റി കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കണം. കൈകൊണ്ട് ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിനെല്ലാം ചേർത്ത് കൊടുക്കണം. രസം താളിച്ചിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് കീറിയതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുളകും കറിവേപ്പിലേക്കും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രസവും കൂടെ ഒഴിച്ചു കൊടുക്കാം. രസം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. രസം അധികം നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. രസം കൂടുതൽ സമയമായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണവും ഗുണവും ഒക്കെ നഷ്ടപ്പെടും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. റെഡിയായ രസം കുറച്ച് സമയം നമുക്ക് മൂടി വെക്കാം. വളരെ ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ ഗാർലിക് രസം റെഡിയായി കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.